അപ്പോൾ കുട്ടികളെ പ്രാക്ടീസൊക്കെ ഏകദേശം എല്ലാം ഫിനിഷായി. നമുക്കിനി കോസ്റ്റ്യൂമും കാര്യങ്ങളുമൊക്കെ സെലക്ട് ചെയ്യേണ്ടത് മാത്രമേ ബാക്കിയുള്ളൂ. അത് സാറി തന്നെ അങ്ങ് ചെയ്തോ. നമ്മുടെ എല്ലാ പ്രാവശ്യത്തും സാറല്ലേ ചെയ്യാറ്. ഇപ്രാവശ്യം സാറി തന്നെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ ഓഫീസിൽ കുറച്ച് പേപ്പർ വർക്ക്സ് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നിങ്ങൾ 2 സാറുമാരും ഇവിടെ കാണുമല്ലോ ഈ പിള്ളേരെ ഗൈഡ് ചെയ്യാൻ. ഞങ്ങളിവിടെ ഉണ്ടാവും. ജിതിൻ സാറ് പോയി വർക്ക് ചെയ്തിട്ട് വന്നാൽ മതി. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം എന്നാ ചൂടാ. നെഞ്ച് ഇടിച്ച് തകർത്തല്ലോ മനുഷ്യ. സോറി, ഞാൻ പെട്ടെന്ന് ടേൺ ചെയ്തപ്പോൾ കണ്ടില്ല. ഓ മീനാക്ഷി, താൻ എന്താ ഇവിടെ? തൻ്റെ മുഖത്ത് 2 ഉണ്ട കാണണ്ടല്ലോ. തനിക്ക് കണ്ണ് കണ്ടൂടെ? മീനാക്ഷി, ഞാൻ സാറാണ്. കുറച്ച് റെസ്പെക്റ്റ്. ഓ സാറായിരുന്നു. സോറി, ഞാനിവിടെ പുതിയതാ. മീനാക്ഷി അല്ല, അവളുടെ സിസ്റ്ററാണ്. സിസ്റ്ററോ? ഗ്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾ 2 ആളെ കണ്ടാലും ഏകദേശം ഒന്നുപോലെ തന്നെ. എല്ലാവരും പറയാറുണ്ട്. പിന്നെ എനിക്ക് മീനുവിൻ്റെ ക്ലാസ് ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ ഒരുപാട് എടുത്ത് നോക്കി, എനിക്ക് കിട്ടിയില്ല. ഓ, ഇവിടെ പുതിയതാണല്ലേ? ഫസ്റ്റ് ഇയർ ആണോ? ന്യൂ അഡ്മിഷൻ ആണല്ലേ? ഞാൻ സ്റ്റുഡൻ്റ് അല്ല, ടീച്ചറാ. ഇവിടുത്തെ പാഠ ടീച്ചറിന് പകരം വന്ന ടെമ്പററി ഞാനാ. ഓ, ടീച്ചറാണല്ലേ? ഓക്കെ, വരൂ. ഞാൻ മീനാക്ഷിയെ പ്രാക്ടീസ് റൂം കാണിച്ചു തരാം. താങ്ക് യു സർ, ഞാൻ വരാം. ഫോളോ മീ. ഈ നോട്ട്സൊക്കെ ബൈ ഹാർട്ട്. ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കും അല്ലേ? വലിയ തിരക്കിലാണല്ലോ പുള്ളിക്കാരി, നോക്കുന്ന പോലും ഇല്ലല്ലോ. എൻ്റെ മഹാദേവ, ഇത്ര നേരം സാർ എന്നെയാണോ നോക്കിക്കൊണ്ടിരുന്നത്? ആരെങ്കിലും കണ്ട? ഇവളെന്തിനാ എന്നെ മിഴിച്ചു നോക്കുന്നത്? ഇവളെന്നെ കണ്ടിട്ടില്ലേ? കുറേ നേരമായല്ലോ രണ്ടും കൂടെ കണ്ണും നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായിരിക്കും അത്? ഈശ്വര, മീന് ഞങ്ങളാണ് നോക്കുന്നത്. അവർക്ക് ഡൗട്ട് വല്ലതും അടിച്ചിട്ടുണ്ടാവോ? ഇവർ 3 പേരും പരസ്പരം എന്തോന്നാ ഈ കണ്ണുകൊണ്ട് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മീനാക്ഷി, തൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്. ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെ തിപ്പി നടക്കുമായിരുന്നു. എൻ്റെ സിസ്റ്റർ? ഇവക്ക് ഈ സ്കൂളിലാണോ കിട്ടിയത്? എന്നിട്ട് രാവിലെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ ഒന്നും. ചേച്ചി എന്താ ഇവിടെ? ഞാനിനി മുതൽ ഇവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ലച്ചു ചേച്ചി അല്ലേ അത്? ലച്ചു ചേച്ചി ഇവിടെയാണോ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്? ചേച്ചി ബാ, ഇരിക്കേ. ഇന്നോട്ടാണോ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്? അല്ല പാറു, ഞാൻ തിങ്കളാഴ്ച തൊട്ടാ വരാമെന്ന് വിചാരിക്കുന്നത്. പ്രിൻസിപ്പളിനെ പോയി കാണണം. രണ്ടും ഒരച്ചിൽ വാർത്ത പോലെയാണല്ലോ ഉള്ളത്. ശരി, നിങ്ങളുടെ പ്രാക്ടീസ് നടക്കട്ടെ. എനിക്ക് പ്രിൻസിപ്പളിനെ ഒന്ന് കാണണം, ജോയിൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി. ഓ, പ്രിൻസിപ്പളിനെ കാണാതെ നേരെ ഇങ്ങോട്ടാണോ ചേച്ചി വന്നത്? ശരി, പോയി കണ്ടിട്ട് വന്നോ. നിങ്ങൾക്ക് 2 ആൾക്കൊരു സർപ്രൈസ് തന്നിട്ട് പോകാമെന്ന് കരുതി. ശരി, ഞാൻ പോവുക. ലക്ഷ്മിക്ക് പ്രിൻസിപ്പൽ റൂം ഞാൻ കാണിച്ചു തരാം, വന്നോ? ഹേയ് വേണ്ട, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് പ്രിൻസിപ്പളിനെ കാണാൻ. എനിക്ക് ആ റൂം അറിയാം. ഓ ആണോ? എന്നാലും കുഴപ്പമില്ല, എനിക്ക് സാറിന് എന്തായാലും കാണണം, വന്നോളൂ. ധാരു, നമ്മുടെ ലച്ചു ചേച്ചി ഇത്ര നന്നായിട്ട് ചിരിച്ച് സംസാരിക്കണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നീ മാത്രമല്ല, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ചേച്ചി ഇങ്ങനെ. പാറു, ഞാൻ പിയാനോ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനും വരാം. നിനക്കെന്താ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ പോയി. എൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. എനിക്ക് ബോറടിക്കുന്നു ഇവിടെ കിടന്നിട്ട്. ഒരു മിനിറ്റ്, എൻ്റെ ഇപ്പോൾ കഴിയും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ബോറടി മാറ്റിത്തരാം, പോരെ? ഇങ്ങോട്ട് വരാനോ? ഇത് കോളേജാണ്. കുട്ടികളൊക്കെ കണ്ട പിന്നെ അത് മതി പറഞ്ഞുണ്ടാക്കാൻ. ഞാനില്ല. നിക്കടി അവിടെ. സാർ എന്താ എൻ്റെ മടി കയറി കിടക്കുകയാണോ? ആരെങ്കിലും കണ്ട പ്രശ്നവും. എനിക്ക് സാർ പ്ലീസ്. ഞാൻ എൻ്റെ ഭാര്യയുടെ മടിയിൽ കിടക്കുന്ന എന്ത് പ്രശ്നമാവാൻ? പിയാനോ റൂമാണ് പോലും മൊത്തം പൊടിയായിട്ട് കിടക്കുക. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിരിക്കുക. ഇല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട മൂഡ് പോവും. എവിടെ ജോലി ഒരു ദേശീയ. ഹലോ സാർ, ശരിക്കും എൻ്റെ പിറകെ പോകണോ? ഇനി ഓടിപ്പോയി പ്രാക്ടീസ് ചെയ്തോ, പൊക്കോ. ശരി, ഒരു മിനിറ്റ്. അല്ല, ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണോ എന്നെ പറയുക എണീറ്റ് വന്നത്? ഞാൻ എങ്ങനെയാ? ഒരുപാട് ഡൗട്ട് ഉണ്ട് ക്ലിയർ ചെയ്യാൻ. അതൊക്കെ ഞാൻ ചെയ്യും. താങ്ക് യു സാർ. ഞാൻ മൺഡേ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തോളാം. ഓക്കെ സാർ, ബൈ. കോളേജ് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഈശ്വര, എവിടെയെങ്കിലും ഒരു വർഷം തികച്ചു നിൽക്കാൻ പറ്റണേ, ഇല്ലെങ്കിൽ അച്ഛൻ ചവിട്ടി പുറത്താക്കും. താനെന്താ ഈ തൂണും ചാരി നിന്നിട്ട് സ്വപ്നം കാണുവാണോ കോളേജിന്? ഇല്ല, ഞാൻ ന്യൂ അല്ലേ, അതുകൊണ്ട് കോളേജ് മൊത്തം ഒന്ന് നടന്ന് കാണാമെന്ന് കരുതി. ആഹാ, എന്നാ താൻ പാടോ, ഞാൻ എല്ലായിടവും കാണിച്ചു തരാം. ആയിക്കോട്ടെ. ശ്രീ, നിന്റെ കവള് ചുവന്ന് സ്ട്രോബെറി പഴം പോലെ ആയല്ലോ പെണ്ണെ, എന്തോ പറ്റി?
സാർ പ്ലീസ് സാർ, ആരെങ്കിലും കണ്ട സഞ്ജോട്ടൻ ഇപ്പം വരും, ഒന്ന് എനിക്ക് പ്ലീസ്. ഇപ്പം ഞാൻ എന്താ എണീറ്റ് മാറണം, അത്രയല്ലേ ഉള്ളൂ, പോരെ? 24 hours സഞ്ജു സഞ്ജു സഞ്ജു. ഐ എം ടയർഡ് ഓഫ് ദിസ്. സാർ എന്തിനാ ചൂടാവുന്ന? സഞ്ജോട്ടൻ എൻ്റെ ബ്രദർ അല്ലേ? നോക്കൂ പാറു, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അടുത്ത് മുന്നേ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. നിനക്കെന്താ മനസ്സിലാവാത്ത? ബെല്ലടിച്ചു, ഞാൻ പോവുക. എൻ്റെ മഹാദേവ, ഇതാണോ എക്സ്ട്രീം ലെവല്? എന്ത് പറഞ്ഞാലും പൊട്ടിത്തെറിയാണല്ലോ. ഞാൻ എങ്ങനെ ഇതിനെ മെരുക്കിയെടുക്കും? ഇയാളെന്തോ അന്യനോ? ഇരിക്കുന്ന കാണാം ആ ടൈമിൽ സ്വഭാവം മാറും. ഇനി ഞാൻ എങ്ങനെ പിറകെ പോയി പണക്കം തീർക്കും? എനിക്കറിയില്ല എൻ്റെ മഹാദേവ. ആ പാറു, നീ വന്നോ? ഒരു കാര്യം ചെയ്യ്, ഇതാ ഈ ഫയൽ കൊണ്ട് കാറി വെച്ചോ, ഞാൻ കാറിൻ്റെ കീ എടുത്തിട്ട് വരാം. ആ ശരി ഏട്ടാ. സാർ ഇവിടെ എവിടെയെങ്കിലും കാണുമോ? ഞാൻ കുറച്ച് ഓവറായി പോയോ? പാവം, വരുന്ന കാണുമ്പോൾ സങ്കടം തോന്നുക. ചെന്ന് സംസാരിച്ചേക്കാം. സോറി, ശ്രീപാർവതി ആയിരുന്നു, ഞാൻ കണ്ടില്ല. എവിടെയെങ്കിലും ഇടിച്ചോ തനിക്ക്? ഇതാ ചെറ്റയല്ലേ, ഇവനെന്താ ഇവളുടെ അടുത്ത്? താങ്ക് യു, അതിന് തന്നേക്ക്. ഹലോ, ഐ എം പ്രവീൺ. സോറി, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ബൈ ബൈ. ഇറ്റ്സ് ജാഡിയ, പക്ഷെ നല്ല സ്ട്രക്ചറാ പെണ്ണിന്. നിൻ്റെ അമ്മയ്ക്കും ഈ സ്ട്രക്ചർ ഉണ്ടോയെന്ന് പോയി ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. ഡിസ്റ്റർബ് ചെയ്യാതില്ല, ഞാനൊന്ന് നോക്കട്ടെ. സാറായിരുന്നു, സോറി. ഇനി ഏതെങ്കിലും പെണ്ണെ നീ ആ കണ്ണുകൊണ്ട് കണ്ടെന്ന് ഞാൻ അറിഞ്ഞ. എന്താ സാർ ഇത്? അയാളുടെ ഭാഗത്തല്ല, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക്. ഞാൻ എന്തോ ആലോചിച്ച് പോയി അറിയാതെ തട്ടിയത്. പാറു, മാറി നിൽക്ക്, മാറി നിൽക്കാൻ. സാർ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്ത് കാര്യം പറയേ? എന്ത് പറ്റി? എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ മാറി നിൽക്കാനാ പറഞ്ഞത്. പാറു, എന്താ പ്രശ്നം? ശിവസാർ, എന്താ പ്രശ്നം? ഇവനോ? എന്താ? ശിവസാറെ, നന്നായി. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിച്ചത് ഇവൻ ആരെങ്കിലും കൊടുക്കണമെന്ന്. ഒരു പെമ്പിളർക്ക് വഴി നടക്കാൻ പറ്റില്ല. മിനു, നിനക്ക് ഇയാളെ അറിയോ? എനിക്കല്ലേ ഈ കോളേജ് മൊത്തം അറിയാം. ഒരു പെമ്പിള്ളേരെയും ബാക്കി വെക്കില്ല, മൊത്തം കോഴ്ത്തരാം. മീനു, തനിക്ക് ടൈം കിട്ടുമ്പോൾ തൻ്റെ കൂട്ടുകാരിയെക്കുറിച്ച് ഉപദേശിക്കും, എല്ലാ ബോയ്സും ഒരുപോലെ അല്ല എന്ന്. സാർ സോറി സാർ. ഞാൻ സഞ്ജയ് സാർ, ഞാൻ പോവുക, നാളെ കാണാം. പാറു, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് പോവാം. ആ സഞ്ജേട്ടാ, നമുക്ക് പോവാം. എനിവേ, താങ്ക് യു സോ മച്ച്. സാറിൻ്റെ തിരക്ക് മാറ്റി വെച്ച് എനിക്ക് കോളേജൊക്കെ ഒന്ന് കാണിച്ചു തന്നില്ലേ? ഏയ്, താങ്ക് യു ഒന്നും വേണ്ട. താനിവിടെ ന്യൂ അല്ലേ, ഞാനിവിടെ നിന്ന് സാറിൻ്റെ നിലയ്ക്ക് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ. എന്നാൽ ശരി, നമുക്ക് തിങ്കളാഴ്ച കാണാം. ടൈമായി, ഞാൻ പോട്ടെ. ഓ യാ, താൻ മൺഡേ ആണല്ലേ ജോയിൻ ചെയ്യുന്നത്? തനിക്ക് ഈ ബുദ്ധിമുട്ടില്ലെങ്കിൽ നാളെ ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട്, ഒന്ന് വന്ന് കണ്ടോളൂ. നോക്കട്ടെ, ഉറപ്പൊന്നും പറയില്ല, പറ്റുമെങ്കിൽ വരാം. അച്ഛാ, നാളെ എനിക്കും പാറുവിനും പ്രോഗ്രാം ഉണ്ട്. സോ ഞങ്ങൾ നാളെ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. എന്നോട് പാറു 2 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിന്റെ കാര്യം. നാളെയാണല്ലേ? പറ്റുവാണെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് വരാൻ നോക്കാം. അമ്മാവ, അച്ഛൻ കുറേ ആയില്ല പോയിട്ട്, ഇതുവരെ കണ്ടില്ല. എപ്പോഴാ വരുന്നത്? ശ്രീനേട്ടന് കുറച്ച് തിരക്കുണ്ട്, അടുത്ത ആഴ്ച കഴിഞ്ഞാലേ പറയാൻ പറ്റൂ എപ്പോൾ വരുമെന്ന്. എന്നാൽ ശരി അച്ഛാ, ഞങ്ങൾ പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ശരി അമ്മാവ, ഞാൻ പോയി കിടക്കാം. ഗുഡ് നൈറ്റ്. ഞാൻ കാര്യമൊന്നും അറിയാതെ സാറിൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു. സാറിനാണെങ്കിൽ എന്നെ ഇപ്പോൾ കൊല്ലാനുള്ള ദേഷ്യം കാണും. എൻ്റെ ഈശ്വര, ഞാൻ ഇനി എങ്ങനെ ഈ ദേഷ്യമൊക്കെ മാറ്റിയെടുക്കുക? ഇന്ന് സാറിവിടെ വരുമോ? വരില്ലായിരിക്കും. സാറിനിപ്പോൾ എന്നോട് നല്ല ദേഷ്യം കാണും, എന്നോട് പിണക്കമായിരിക്കും. ഞാനിനി എങ്ങനെ ഈ പിണക്കം മാറ്റുന്ന? എൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ശ്രീ, താനിരുന്ന് കരയാണോ? സാർ സോറി സാർ, ഞാൻ അറിയാതെ. എന്താ ഇത്? കരയണ്ട. പിന്നെ ഇങ്ങനെ ടൈറ്റായിട്ടൊക്കെ ഹഗ് ചെയ്താൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഇനി എന്നെ ഒന്നും പറയല്ലേ? അത് പിണങ്ങി പോയതല്ലേ, പെട്ടെന്ന് കണ്ടപ്പോൾ അറിയാതെ. സോറി. സോറി ഒന്നും പറയണ്ട. ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുമോ? ആദ്യം കാര്യം എന്താണെന്ന് കേൾക്കട്ടെ, എന്നിട്ട് തരുമോ വേണ്ടെന്ന് തീരുമാനിക്കാം. അത് പിന്നെ മറ്റേതില്ലേ, മുത്തുക്കാവും, അത്. സാർ എന്തേ പറയുന്നത്? ഒന്ന് പോയേ. നാളെ പ്രോഗ്രാം ഉള്ളതല്ലേ, എനിക്ക് ഉറങ്ങണം. ഞാൻ ഉറങ്ങാൻ പോവാം. ബൈ. അതങ്ങനെ ശരിയാവുക, നിൽക്കടി അവിടെ. ഞാൻ അതിനാ പിന്നെ വന്നത്. அந்த நாளில் அந்தி நேரம் உன்னை பார்த்தேன் கண்ணம்மா, அந்த பார்வை ஒன்று போதும், என்ன வேண்டும் என்
ശ്രീ, கொஞ்சம் நேரம் கொஞ்சி பேச நெஞ்சில் ஏக்கும் கண்ணம்மா அந்த நாள் அந்த நேரம் உன்னை பார்த்தேன் കണ്ണാ. മാറിക്കേ, എൻ്റെ നെഞ്ചിപ്പോൾ പൊട്ടും. എനിക്കിതൊന്നും പറ്റില്ല. എനിക്ക് കുറച്ച് ടൈം വേണം പ്ലീസ്. എന്ത് വാടി ഇത്, അവസാന സമയം അതങ്ങ് കിട്ടിപ്പോവുമായിരുന്നു. ഞാൻ ഇത്ര നേരം എങ്ങനെ നിന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. പ്ലീസ് സാർ, എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല. പറ്റില്ലെന്നോ? അപ്പോൾ ഞാൻ ലൈഫ് ലോങ് ബ്രഹ്മചാരിയായിട്ടിരിക്കണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറ്റില്ല അതിന്. അതല്ല, ഇപ്പോൾ സാറ് പൊക്കോ. ഞാൻ പിന്നെ പ്രിപ്പയറൊക്കെ ആയിട്ട് തരാം. പ്രിപ്പയർ ആയിട്ടോ? ശരി. അപ്പോൾ നീ ഇന്ന് രാത്രി ഫുൾ പ്രിപ്പയർ ആയിരുന്നു. എന്നിട്ട് നാളെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി. നാളെയോ? പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നാളെ പ്രോഗ്രാം കഴിഞ്ഞ് നീ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് എടുക്കാനറിയാം. മനസ്സിലായല്ലോ? നാളെയല്ലേ? നമുക്ക് നാളെ നോക്കാം. ഇപ്പോൾ സാറ് ചെല്ലേ. ബായ്. ഈ കുറച്ച് മുമ്പ് എന്തൊക്കെയാണ് നടന്നത്? നീ തന്നെയാണോ അങ്ങനെയൊക്കെ ചെയ്ത്? മോശം. ഒറ്റയ്ക്ക് നിന്ന് എന്താലോചിച്ചിരിക്കുക? എൻ്റെ അടുത്തൂടെ പറയേ. സാർ ഇതുവരെ പോയില്ലേ? എന്താ? ഒരു മിനിറ്റ്, ഇത് തരാൻ വേണ്ടി എന്താ? ബൈ, ഗുഡ് നൈറ്റ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോക്കെങ്കിൽ ഞാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും. പുല്ല് ഇന്നലെ വരെ ശരിയായിട്ട് വന്നത് എന്നത് ടെൻഷൻ കാരണം ഒക്കെ തെറ്റിപ്പോവുക. ഞാനിത് കുളമാക്കും. എൻ്റെ പൊന്നു മീനു, ഇതെന്തുവാ? ചെവിയൊക്കെ വേദനിക്കുക. നീ എന്ത് കാണിച്ചു കൂട്ടുന്നേ? പാറു, നിനക്ക് ഡാൻസിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നീ എന്നെ നോക്കിയാൽ മതി. ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ അങ്ങ് കളിച്ചാൽ മതി. ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ശ്രീ, വാ. എന്താ കാര്യം? പറ. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ? എന്തുവാ? എനിക്ക് ഓർമ്മയില്ല. ഡി, പ്രോഗ്രാം കഴിഞ്ഞോടം ലിപ് ലോക്ക് തരുന്ന കാര്യം. എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ മയക്കപ്പെടാൻ പോവാ. ബൈ. ശരിക്കും താൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നോക്കട്ടെ പറ്റുവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വരണമെന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ മീനുവിൻ്റെയും പാറുൻ്റെയൊക്കെ പ്രോഗ്രാം ഉണ്ടല്ലോ, കാണാമെന്ന് കരുതി. ഓ, അങ്ങനെ വന്നതാണല്ലേ അല്ലേ? ശരി എന്നാ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. ബൈ. അപ്പോൾ പിള്ളേരെ, ഇന്നത്തെ ഹായ് നമുക്ക് തുടങ്ങാം. മനീഷ, മനു, അനശ്വര, ആർച്ച, അപർണ, അനു, കിരൺ, സജന, സഞ്ജന, വിച്ചൂട്ടി, അഞ്ജു, ആർച്ച് ആൻഡ് അല്ലു, ചിഞ്ചു, കണ്ണൻ, ജ്യോതി, ജാനകി, ജെനി, ദേവൂട്ട്, രേവതി, ഗ്രീഷ്മ, നൈഷാന, ഫാത്തിമ, ആനിമേഷൻ ആർമി ഗേൾ, പാറു, അക്കൂസ്, ബ്രോ നോട്ട് ഇൻട്രസ്റ്റഡ്, അതൊരു ചാനലാണേ, ദിയ, റിയ, ദേവു, മനു, സതീഷ്, അമ്മു, അനുഷ, അക്കൂസ്, ലവ് യു. ബങ്ഡൻ 2245, നന്ദു, മനീഷ്, മനു, സജീഷ്, നിഷ, നിഷ ബങ്ഡൻ, അൽഫിയ, അമ്മു, ലെനറ്റ്, സുരഭി, അനുഷ, മിസ്ന, മുബിഷിറ, ബങ്ഡൻ ലവേഴ്സ് 2.0, ഹന്ന, വൈഗ, ഇവർക്കെല്ലാവർക്കും ഒരു വലിയ ഹായും. ലവ് യു. തെവിച്ചായം പറഞ്ഞ് എല്ലാവർക്കും എൻ്റെ വക ലവ് യു. പോവലെ പോവലെ, തീർന്നില്ല. ചാരുവിനും പിന്നെ അഞ്ജലിക്കും എൻ്റെ വക ഹായ്. അഞ്ജു, അഞ്ജലി മോളെ സുഖമല്ലേ? ലവ് യു. ജിയ ഹായ്. അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് കാണാം. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്.